തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രാജിവെച്ചു. ഭരണത്തിലുള്ളപ്പോൾ ജനങ്ങൾക്കായി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചെന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്കായി പോരാടുമെന്നും എം.കെ. സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. വോട്ടേഴ്സിന് നന്ദിയെന്നും എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. വലിയ ദയനീയമായൊരു പരാജയമാണ് DMK സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. തുടർഭരണമെന്ന പ്രതീക്ഷയിൽ എക്സിറ്റ് പോളുകളടക്കം സമാനമായ തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഒരു തെരഞ്ഞെടുപ്പിലാണ് അപ്രതീക്ഷിതമായി ആദ്യമായ തെരഞ്ഞെടുപ്പ് രംഗത്തെ കടന്നുവന്ന വിജയുടെ നേതൃത്വത്തിലുള്ള TVK സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ക്ലെയിം ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തേക്ക് വിജയ് എത്തുന്നു. കോൺഗ്രസിന്റെ അടക്കം പിന്തുണ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ വരുന്നു. എന്തായാലും സുദീർഘമായ 5 വർഷം കേന്ദ്രത്തിനോടടക്കം അതിശക്തമായി പോരാടിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പദത്തിലേക്ക് പടിയിറങ്ങുന്നു. പ്രതിപക്ഷ നേതാകുമെന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ ചെയ്യുന്നു. മനേഷ്, അങ്ങനെ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നു. വലിയ പരാജയമാണ് DMK സംബന്ധിച്ച്. 74 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ഭരണത്തിൽ തുടർഭരണം പ്രതീക്ഷിച്ചായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ കൊളത്തൂരിൽ മുഖ്യമന്ത്രി പരാജയപ്പെടുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ എന്തായാലും രാജി സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. ഒരു എക്സ്പോസ്റ്റ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തോൽവിയും ജയവും ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. കാരണം അത് രാഷ്ട്രീയ ജീവിതത്തിൽ പലതവണ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ, വിവിധ പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. ആ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് എന്തായാലും സ്റ്റാലിൻ പറയുന്നത്. 74 സീറ്റുകളാണ് DMK സഖ്യത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാജി. മാത്രമല്ല വലിയ രീതിയിൽ ചർച്ചയായതാണ് കൊളത്തൂരിലെ മുഖ്യമന്ത്രിയുടെ പരാജയം എന്ന് പറയുന്നത്. ആ ഒരു പരാജയത്തിൻ്റെ ഒരു ഞെട്ടൽ എന്തായാലും DMKക്കകത്ത് ഉണ്ട് താനും. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഉദയനിധി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളൊരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.